ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് പ്രപഞ്ചം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിപ്പോൾ തരുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിപ്പോൾ ഡിവൈൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് കാർഡ് നമ്പർ 1 and card number 2, card number 3. നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ദ വേൾഡ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. 8 of Pentaclesന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 10 of Cups എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 7 of Cups എന്ന് പറയുന്നൊരു കാർഡാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് പല പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ വികാരങ്ങളെ നിയന്ത്രിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ പല സാഹചര്യങ്ങളിലും നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ തേടിപ്പോകുന്നൊരു സമയമായിരിക്കാം. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, അഡിക്ഷനിലോട്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഗാംബ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, പണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ വരുന്നുണ്ടായിരിക്കും. സോ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച് ചിലപ്പോൾ കടന്നു പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഇതിൻ്റെ അവസാനമായി ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുന്നോട്ട് അധികം ചിന്തിക്കേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളിപ്പോൾ. സോ നിങ്ങളുടെ എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ പെർഫെക്റ്റ് ആക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിരന്തരമായി ഹാർഡ് വർക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഹാർഡ് വർക്ക് കൊണ്ടുവരിക, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നല്ലതാക്കാൻ എന്ത് ചെയ്യണം നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട സമയമാണ്, ഫോക്കസ് കൊണ്ടുവരേണ്ട സമയമാണ്. സോ ഇതാണിപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനപരമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ജീവിത സാഹചര്യം വരാനുള്ള ഒരു ടൈമാണ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. മുന്നോട്ട് ഇനിയും യാത്രയുണ്ട്. ആ യാത്രയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക.